നമസ്കാരം. ഡേറ്റിംഗ് ആപ്പുകൾ വഴി പങ്കാളികളെ കണ്ടെത്തുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമായ ഒന്നായി മാറിയിരിക്കുകയാണ്. ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഓൺലൈൻ ആപ്പുകളെ ആശ്രയിക്കുന്ന യുവാക്കളാണ് നമുക്കിടയിലുള്ളത്. പങ്കാളികളെ കണ്ടെത്താനും സാധനങ്ങൾ വാങ്ങിക്കാനും സിനിമ കാണാനും എന്നുവേണ്ട സകലമാന കാര്യങ്ങൾക്കും ഇന്ന് ഓൺലൈനാണ്. ആ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് വലിയ വലിയ അപകടങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഗുരുതരമായ അപകടങ്ങളാണ് ഈ ആപ്പുകൾക്ക് പിന്നിലെ സൗഹൃദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത്. അനാവശ്യ ചതിക്കുഴികളിൽ ചെന്ന് പെടാതിരിക്കാൻ അതീവ ജാഗ്രതയാണ് ആളുകൾ പുലർത്തേണ്ടത്. ഡേറ്റിംഗ് ആപ്പുകളിൽ ആർക്കും വളരെ എളുപ്പത്തിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതാണ് ആദ്യമേ മനസ്സിലാക്കേണ്ടത്. സ്വന്തം വ്യക്തിത്വത്തെ പോലും മറച്ചുകൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പലരും വൻ കെണി ഒരുക്കുന്നത്. വ്യാജ ഫോട്ടോകൾ, വിവരങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഏതൊരു ആപ്പിലും നമ്മുടെ എല്ലാ വിവരങ്ങളും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പേര്, ഫോട്ടോ, ലൊക്കേഷൻ പോലുള്ള വിവരങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റിംഗ് ആപ്പുകളിൽ പങ്കുവെക്കുമ്പോൾ അതിന് പിന്നിൽ വലിയ ചതിക്കുഴികൾ ഉണ്ട് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഹാക്കർമാരുടെ കയ്യിൽ പോലും വിവരങ്ങൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡേറ്റിംഗ് ആപ്പുകൾ വഴി ലഭിക്കുന്ന വ്യക്തി വിവരങ്ങൾ ഇത്തരം കമ്പനികൾ ഉപയോഗിക്കാനും അതേപോലെ തന്നെ വിൽക്കുവാനും ഒക്കെ സാധ്യതകളുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആപ്പുകൾ വഴി പരിചയപ്പെടുമ്പോൾ പങ്കുവെക്കുന്ന വിവരങ്ങളോ അവരുടെ സംസാര രീതിയോ ഒന്നുമാകില്ല പിന്നീട് നമുക്ക് ലഭിക്കുക. ആപ്പുകൾ വഴിയുള്ള വിവാഹാലോചനകളും വിവാഹങ്ങളും ഒക്കെ തന്നെ ശാശ്വതമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ശാരീരിക ചൂഷണങ്ങൾക്ക് വിധേയരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും പല വമ്പൻ സെക്സ് റാക്കറ്റുകളിൽ പോലും ആളുകളെ എത്തിക്കുവാൻ ഇത്തരം ഡേറ്റിംഗ് ആപ്പുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇത്തരം ആപ്പുകളെ പറ്റി ഉണ്ട്. ചിലർ പോസിറ്റീവായും മറ്റു ചിലർ നെഗറ്റീവായും പറയുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് യുക്തിപരമായി കാര്യങ്ങളെ നോക്കിക്കാണുക എന്നതാണ്. ഒരു വിഭാഗം പറയുന്നത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ സാധ്യതയുള്ള പങ്കാളികളെ കണ്ടുമുട്ടുന്നതിന് സൗഹൃദപരവും ആക്സസ് ചെയ്യാവുന്നതുമായ വളരെ വിപുലമായ മാർഗങ്ങൾ നൽകുന്നു എന്നതാണ്. എന്നിരുന്നാലും ചില ഉപയോക്താക്കൾ കാലഹരണപ്പെട്ടതോ എഡിറ്റ് ചെയ്തതോ ആയ ഫോട്ടോകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലുകളിൽ തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഡേറ്റിംഗ് ആപ്പുകളിൽ തങ്ങളെ തന്നെ തെറ്റായിട്ട് അവതരിപ്പിച്ചേക്കാം. അപ്പോൾ ഈ വഞ്ചനാപരമായ പ്രതീക്ഷകൾ അത് വലിയ വിപത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അപരിചിതരെ കണ്ടുമുട്ടുന്നത് അന്തർലീനമായ സുരക്ഷാ അപകട സാധ്യതകൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. കാരണം വ്യക്തികൾ എല്ലായ്പ്പോഴും അവർ അവകാശപ്പെടുന്നവരായിരിക്കണമെന്നില്ല. ഓൺലൈൻ ആശയവിനിമയത്തിൽ നിന്ന് വ്യക്തിഗത മീറ്റിംഗുകളിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇത് വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഓൺലൈൻ ആപ്പുകളിലൂടെ വലിയ ചതികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു പ്രതികരണം എന്താണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഓൺലൈൻ തട്ടിപ്പുകൾ, പണത്തിന്റെ കാര്യത്തിലുള്ള സാമ്പത്തികമായ പലരെയും ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകാർ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. വലിയ തുക തന്നെയാണ് ഇവരുടെ കയ്യിൽ നിന്നും പോകുന്നത്. അവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഇതിനെപ്പറ്റിയൊക്കെ ജാഗ്രതയോടെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ അറിവുള്ളവരാണ് എങ്കിലും വളരെ നിസ്സാരമായിട്ടാണ് ഇത്തരം ചതിക്കുഴികളിലേക്ക് ചെന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഡേറ്റിംഗ് ആപ്പുകളെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നേരിട്ടുള്ള കണ്ടെത്തലുകളും അല്ലെങ്കിൽ നേരിട്ടുള്ള സംഭാഷണവും ആശയവിനിമയവും ഒക്കെ തന്നെയാണ് ദീർഘകാലത്തേക്കുള്ള ബന്ധങ്ങൾക്ക് ഉതകുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി മറ്റ് വലിയൊരു മറയ്ക്കപ്പുറമിരുന്ന് സംസാരിക്കുമ്പോൾ അതിലെ വസ്തുതകൾ അല്ലെങ്കിൽ അതിലെ ശരികൾ, സത്യം എത്രത്തോളമാണ് എന്നത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ഇത്തരം കണ്ടെത്തലുകൾ നടത്തേണ്ടത് നിങ്ങളുടെ സുഖകരമായ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ കാര്യം തന്നെയാണ്. എല്ലാ ഓൺലൈൻ ആപ്പുകളും മോശമാണെന്നോ അല്ലെങ്കിൽ എല്ലാ ഓൺലൈൻ ആപ്പുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്നോ അഭിപ്രായപ്പെടാൻ സാധിക്കുകയില്ല. പക്ഷേ ഭൂരിപക്ഷവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്.